മുൻപ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പൂർണ്ണമായും വഖഫ് ബില്ലിനെ എതിർത്തിരുന്നെങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കണ്ടു കോൺഗ്രസ് ആകെയും ആശയക്കുഴപ്പത്തിലാകുന്ന സാഹചര്യം. എന്താണ് കോൺഗ്രസിന് പറ്റിയതെന്ന് നോക്കാം. അമൽ പറയും. ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചു പോന്നിരിക്കുന്ന നിലപാട് അതേപടി സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥയുണ്ട്. KCBC അടക്കമുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഈ ബില്ലിനെ എതിർക്കരുത് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇന്നിപ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരാണ് ഈ ബില്ല് എങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് നാളെ ഒരുപക്ഷെ സിഖ് സമുദായത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ബില്ലിനെ എതിർക്കണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. പക്ഷേ സംസ്ഥാനത്തെ വിഷയം മറിച്ചാണ്. സംസ്ഥാനത്ത് ക്രിസ്ത്യൻ സംഘടനകൾ ഏകപക്ഷീയമായി കോൺഗ്രസിനോട് പറയുന്നു, കോൺഗ്രസിന്റെ എംപിമാർ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അനുകൂലിക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ എംപിമാർക്ക് അത് പറയുന്ന ആവശ്യം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാലാകാലങ്ങളായുള്ള ഒരു വോട്ട് ബാങ്ക്, ഒരു ക്രിസ്ത്യൻ വോട്ട് ബേസ്, ആ വോട്ട് ബേസിലേക്ക് നുഴഞ്ഞു കയറാനുള്ള BJPയുടെ ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്.